മാർട്ടിൻ എന്ന കൂട്ടുകാരന്റെ ഫാമിലി ഫംഗ്ഷനിലേക്ക് രണ്ട് ദമ്പതികൾ കാറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു മൂടൽമഞ്ഞ് വരികയാണ്. ഈ ഒരു മൂടൽമഞ്ഞ് വന്നിട്ട് ആ ഒരു മൂടൽമഞ്ഞിന്റെ അകത്തു കൂടി ഇവര് പോയപ്പോ പെട്ടെന്ന് ഇവര് പോലും അറിയാതെ ഇവര് മയങ്ങിപ്പോയാലുണ്ടായിരുന്നു. എന്നാൽ ഇവർ കണ്ണു തുറന്ന് നോക്കിയപ്പോ ചുറ്റും മലകളുള്ള ഒരു സ്ഥലത്തായിരുന്നു ഇവർ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലം ഏതാന്ന് പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരും തന്നെ നെട്ടിപ്പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് റിയൽ ലൈഫിൽ നടന്ന ഒരു ടെലിപ്പോർട്ടേഷൻ ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകും. ആയിരത്തി 1968 അർജന്റീനയിലെ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരാം. ഒരു കോൾ ആരുടെയെന്ന് ചോദിച്ചപ്പോ അത് തന്റെ സുഹൃത്ത് 2 ദിവസം മുമ്പ് വരെ കാണാതായി പോയ തന്റെ സുഹൃത്ത് വിടലായിരുന്നു ആ ഒരു ഫോണിൽ ഉണ്ടായിരുന്നത്. മാർട്ടിൻ അപ്പോൾ തന്നെ നീ എവിടെയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നുണ്ടോടാ ഒരുപാട് ചോദ്യങ്ങൾ വിടലിനോട് ചോദിക്കാം. വിടൽ അപ്പോൾ തന്നെ പറയാണ്, ഞാനെല്ലാം വന്നിട്ട് പറയാമെന്നും നമ്മളിപ്പോ മെക്സിക്കോയിലെ അർജന്റീന എംബസിയിലാണ് ഉള്ളതെന്നും നമ്മളിപ്പോ ഒരു ഫ്ലൈറ്റ് പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ടെന്നും നീ നിന്റെ കാറുമായിട്ട് എയർപോർട്ടിൽ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വാ എന്നും പറയാം. മാർട്ടിൻക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. കാരണം 2 ദിവസം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്ന തന്റെ സുഹൃത്ത് എപ്പോഴാണ് ഫ്ലൈറ്റ് പിടിച്ച് മെക്സിക്കോയിലേക്ക് പോയെന്നും ഇത്ര നേരത്തെ എന്തിനാ തിരിച്ചു വരുന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ മാർട്ടിനുണ്ടായിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ മാർട്ടിൻ അപ്പോൾ തന്നെ കാറുമായിട്ട് എയർപോർട്ടിലേക്ക് പോവാണ് വിടലിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നാൽ അവിടെ ചെല്ലുകയും വിടൽ വരികയും അപ്പോൾ തന്നെ അടുത്തുള്ളൊരു ആശുപത്രിയിലേക്ക് പോകണം. ആശുപത്രി പോയതിനാന്ന് വെച്ചാല് വിടലിന്റെ കൂടെ തന്നെ വിടലിന്റെ ഭാര്യയായിട്ടുള്ള റഫാ വിടലും ഉണ്ടായിരുന്നു. റഫാ വിടലിന് ശാരീരികമായിട്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടായിരുന്നു അടുത്തുള്ളൊരു ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു. മാർട്ടിന്റെ ഫ്രണ്ട്സും എല്ലാവരും തന്നെ നീ എങ്ങോട്ടാണ് പോയെന്നും ഫംഗ്ഷൻ എന്തുകൊണ്ട് വന്നില്ല എന്നും നിന്റെ ഭാര്യക്ക് എന്താ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിടലിനോട് ചോദിക്കാം. വിടൽ ഓരോന്നായിട്ട് കാര്യം പറയണം. 2 ദിവസം മുമ്പ് നമ്മളൊരു ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം മാർട്ടിന്റെ ഫംഗ്ഷനിലേക്ക് എന്ന് വെച്ചാൽ മാർട്ടിന്റെ ഫംഗ്ഷൻ ഉള്ളത് മൈപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ നാഷണൽ ഹൈവേ നമ്പർ 2 കയറാണ്. അവിടെ കയറുകയാണ് ശേഷം പെട്ടെന്ന് പുറകിൽ ഏതോ ഒരു വണ്ടി തങ്ങളെ ഹോൺ അടിക്കുന്ന ഒരു കേൾക്കാണ്. ഇവരാരാണെന്ന് അറിയാനായിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരും മാർട്ടിന്റെ ഫംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരങ്ങായിരുന്നു. ഇവരെ കാണുകയും അപ്പോൾ തന്നെ വേഗം വാന്ന് പറഞ്ഞിട്ട് ഇവര് സ്പീഡിന് വണ്ടി ഓടിച്ചങ്ങ് പോവാണ്. വിടലും വിടലിന്റെ ഭാര്യയും അപ്പോൾ തന്നെ കാറ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാറ് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് കുറച്ച് മൂടൽമഞ്ഞ് ഇവര് കാണാണ്. സാധാരണ ആ ഒരു സ്ഥലത്ത് അങ്ങനെ മൂടൽമഞ്ഞൊന്നും വരാത്ത സ്ഥലമായിരുന്നു. പക്ഷെ ഇന്നെന്തോ അവിടെ നിറച്ച് മൂടൽമഞ്ഞ് ഇവര് കാണാണ്. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു മൂടൽമഞ്ഞിന്റെ അകത്തേക്ക് കാർ ഓടിച്ചു പോവുകയാണ്. എന്നാൽ അതിനുശേഷം പിന്നെന്താണ് സംഭവിച്ചെന്ന് വിടൽക്കും വിടലിന്റെ ഭാര്യക്കും ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവര് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചുറ്റും മലകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു. വിടൽ വിചാരിച്ചു തങ്ങൾ വഴിതെറ്റി പോയതാന്ന് വിചാരിച്ചിട്ട് കുറച്ച് വണ്ടി മുന്നോട്ടെടുത്ത് നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് ഇവര് കാണാം. അവരപ്പോ തന്നെ അവരോട് ഈ സ്ഥലം ഏതാന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്ന ഭാഷ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ല എന്നാണ് വിടല് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരു വ്യക്തിയെ കാണുകയും ആ ഒരു വ്യക്തി വഴിയാണ് ഞങ്ങളിപ്പോ മെക്സിക്കോയിലാണ് എത്തിയിരിക്കുന്നതെന്ന് വിടലിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇതിൽ അവർ ഏറ്റവും കൂടുതൽ നെട്ടിച്ച കാര്യം എന്താന്ന് വെച്ചാല് വിടലിന്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാർ മൊത്തത്തിൽ നോക്കിയപ്പോൾ വിടലിന്റെ ഭാര്യയും ഒന്നിച്ച് നെട്ടിപ്പോകും. കാരണം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നല്ല പുതിയൊരു കാറ് പോരുന്ന തന്റെ കാർ ഇപ്പൊ പെയിന്റ് മൊത്തം പോയി പുറവശം മൊത്തം കത്തിക്കരുന്ന രീതിയിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വിടലിന്റെ ഭാര്യക്കും ഒന്നും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് നല്ല കൈത്ത് വേദന ഉണ്ടായിരുന്നെന്നും മാർട്ടിനോട് പറയാം. അങ്ങനെ അവരപ്പോൾ തന്നെ മെക്സിക്കോ എംബസിയിലേക്ക് പോവുകയും നടന്ന കാര്യങ്ങൾ മൊത്തത്തിൽ തന്നെ പറയാം. എന്നാൽ അവിടുത്തുള്ള ആരും തന്നെ അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതിലെ 2 പോലീസുകാരെ അപ്പോൾ തന്നെ ഞങ്ങൾ പേഴ്സണലായിട്ട് വിളിക്കുകയും ഇനി നടന്ന കാര്യങ്ങൾ ആരോടും പറയരുതെന്നായിട്ട് ഒരു ഉപദേശം കൂടി തരാണ്. വിടലിന്റെ ഭാര്യക്കും എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്നും ഒന്നും തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ വെച്ചാണ് മാർട്ടിനെ വിളിച്ചതിനുള്ള എല്ലാ കാര്യങ്ങളും മാർട്ടിന്റെ കൂട്ടുകാരന്മാരോടും എല്ലാവരോടും തന്നെ പറയാം. മാർട്ടിന്റെ കൂട്ടുകാർക്കും ആർക്കും തന്നെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ആ ഒരു ആശുപത്രിയിലെ ഒരു ഡോക്ടർ വന്നിട്ട് വിടലിനോട് ഒരു കാര്യം പറയാണ്. തന്റെ ഭാര്യക്ക് ഏതൊരു മോശമായിട്ടുള്ള എന്തൊരു ഡിസീസിന്റെ സിംറ്റംസ് കാണുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ ഈ ഒരു ടെലിപ്പോർട്ടേഷൻ ഇൻസിഡന്റ് മെക്സിക്കോയിൽ അത്ര വലിയ ഫേമസ് ആയില്ലെങ്കിലും അർജന്റീനയിൽ ഇത് മൊത്തത്തിൽ ഫേമസ് ആണ്. എല്ലാ ന്യൂസ് ചാനലും ഇത് തന്നെയായിരുന്നു വാർത്തയായിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്ലൈയിങ് സോസർ എന്ന് പറഞ്ഞ ഒരു മാഗസീനിലൊക്കെ ഈ ഒരു ഇൻസിഡന്റ് വരാൻ വേണ്ടി തുടങ്ങണം. മാത്രമല്ല ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് വന്നതാണ്. ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞത് ഇത് ഏലിയൻസ്, UFO ഇവരുടെ പണിയാണെന്നാണ്. കാരണം ആ ഒരു സമയത്തായിരുന്നു ഈ US എയർക്രാഫ്റ്റ് ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്.
മാത്രമല്ല ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഏലിയൻസിനെ കണ്ടുവെന്നും UFOനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻസിഡന്റും കൂടി ആയപ്പോൾ ഇത് മൊത്തം ഏലിയൻസ് തന്നെയാണെന്ന് അവിടുത്തെ എല്ലാവരും തന്നെ പറഞ്ഞു മുമ്പോട്ട് വരിക. അർജന്റീനയിൽ നിന്ന് മെക്സിക്കോ വരെ ഏകദേശം 6500 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത്ര വേഗം എങ്ങനെയാണ് അങ്ങോട്ട് പോയി വരാൻ കഴിയുക? ഇതായിരുന്നു അവരുടെ വാദം. വിടേണ്ട കാർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഒരു കാറിൽ എന്തോ ഒരു ലൈറ്റ് ഫോഴ്സ്, നല്ല പവർഫുൾ ആയിട്ടുള്ള എന്തോ ഒരു ലൈറ്റ് ഫോഴ്സ് അടിച്ചത് കൊണ്ട് തന്നെ അങ്ങനെയായിരിക്കും ഈ ഒരു കാറിന്റെ പെയിന്റ് മൊത്തം പോയതെന്നായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഗവൺമെന്റ് ഈ ഒരു കാർ റിസർച്ചിന് വേണ്ടി കൊണ്ടുപോയാണ്. മാത്രമല്ല ഈ ഒരു കാറ് പോലിരിക്കുന്ന മറ്റൊരു കാറ് വിടലിന് കൊടുക്കാൻ വേണ്ടി ചെയ്യാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ചാനൽസും മീഡിയാസും അവരാരും തന്നെ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് അത്രക്ക് വലുതായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ചിലരൊക്കെ പറയുന്നത് ഗവൺമെന്റ് ഈ ഒരു ഇൻസിഡന്റിനെ വളരെ സീക്രറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു ഇൻസിഡന്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇനി വിടലിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്റെ ഭാര്യ റഫ വിടലിന് കുറച്ച് മെന്റൽ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മരണപ്പെടുകയായിരുന്നുണ്ടായിരുന്നത്. ഡോക്ടർമാരൊക്കെ പറഞ്ഞതാന്ന് വെച്ചാൽ വിടലിന്റെ ഭാര്യ അമിതമായിട്ടുള്ള ഏതൊരു റേഡിയേഷൻ ഇരുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ക്യാൻസർ വന്നിട്ടായിരുന്നു മരണപ്പെട്ടതെന്ന്. 1994 ഒരു UFO റിസർച്ചർ വിടൽക്ക് നടന്ന ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കാം. വിടലിന്റെ ഈ ഒരു ഇൻസിഡന്റിൽ ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചിട്ട് ആ ഒരു വ്യക്തി ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെ അവസാനം അങ്ങേര് പറഞ്ഞതാന്ന് വെച്ചാൽ വിടൽക്ക് നടന്ന ഈ ഒരു ഇൻസിഡന്റ് മൊത്തത്തിൽ തന്നെ ഒരു കള്ളമാണെന്നാണ്. കാരണം വിടലിന്റെ ഭാര്യക്ക് മുമ്പേ തന്നെ എന്തോ ഒരു രോഗം ഉണ്ടായിരുന്നെന്നും ആ ഒരു രോഗം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചൊരു കഥയാണെന്നായിരുന്നു ആ ഒരു റിസർച്ചർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും ഒരുപാട് വർഷങ്ങൾ കടന്നു പോവാണ്. 1996 അർജന്റീന ജേർണലിസ്റ്റ് ആയ അലിഗാൻഡ്രോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കേസ് വീണ്ടും എടുത്ത് ഒന്ന് അന്വേഷിക്കുകയാണ്. ഇങ്ങനെ അന്വേഷിച്ചപ്പോ അങ്ങനെ ആദ്യം തന്നെ നോക്കിയത് വിടൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോ ജീവിച്ചിരിക്കുമ്പോ ഇപ്പോ എന്തായിരിക്കും ആ വ്യക്തി ചെയ്യുന്നത് ഇതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു. എന്നാൽ ഈ ഒരു വ്യക്തി എത്ര അന്വേഷിച്ചിട്ടും വിടൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു ലോകത്ത് ഉണ്ടായിരുന്നു, ഇപ്പോ എവിടെയാണ്, ഇപ്പൊ മരണപ്പെട്ടു, ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. മാത്രമല്ല വിടലിന്റെ ആ ഒരു കഥയിൽ ഉണ്ടായിരുന്ന മാർട്ടിൻ ഫാമിലിയെ കണ്ടുപിടിക്കുകയും അവരോട് ചെന്നിട്ട് വിടലിനെ പറ്റി ചോദിച്ചപ്പോ അവര് തിരിച്ചു പറഞ്ഞ മറുപടി കേട്ടപ്പോ അവിടുത്തെ എല്ലാവരും തന്നെ നെറ്റിപ്പോ. കാരണം വിടൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് അറിയാൻ പോലും പാടില്ല എന്നായിരുന്നു മാർട്ടിന്റെ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അലിഗാൻഡ്രോനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതുപോലെ നടന്ന ഒരുപാട് സംഭവങ്ങൾ അത് സത്യമാണോ കള്ളമാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയും കൂടി തന്നെയായിരുന്നു. എന്നാൽ ഇതിന്റെ ഒപ്പം തന്നെ മറ്റൊരു സംഭവം കൂടി നടക്കാണ്. സ്പെയിൻ ആർട്ടിക്കലിൽ ഈ ഒരു വിടൽ ഇൻസിഡന്റിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കലും കൂടി വരും. ആ ഒരു ആർട്ടിക്കൽ എന്താന്ന് വെച്ചാൽ ഈ ഒരു വിടൽ ഇൻസിഡന്റ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്നാണ്. അനിബൽ യൂസേറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിനിമയായിട്ടുള്ള ചി വാനി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസിഡന്റിനെ കെട്ടിച്ചമച്ചതെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ടായിരുന്നത്. കാരണം ആ ഒരു സിനിമയും ഈ ഒരു വിടൽ ഇൻസിഡന്റ് തമ്മിൽ ഒരുപാട് സാമ്യമുണ്ടായിരുന്നു. ഈ ഒരു വിടൽ ഇൻസിഡന്റിൽ പോലെ തന്നെ ആ ഒരു സിനിമയിലും 2 കപ്പിൾസ് കാറിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഏലിയൻ ഷിപ്പ് വരികയും ഇവരെ കാറ് പൊക്കിക്കൊണ്ട് പോവുകയും പിറ്റേ ദിവസം ഇവർക്ക് രണ്ടുപേർക്ക് ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ കാണിക്കുകയും പെട്ടെന്ന് അവിടുന്ന് ഒരു പോലീസുകാരൻ വന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ച് അവസാനം ഈ ഒരു പോലീസുകാരൻ വൈകിട്ട് ഞങ്ങളിപ്പോ എവിടെയാണ് എത്തിയിരിക്കുന്നത് അവർ രണ്ടുപേരും മനസ്സിലാക്കുകയും ചെയ്യാം. മാത്രമല്ല ആ ഒരു സിനിമയും ഈ ഒരു വിടൽ ഇൻസിഡന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ സാമ്യപ്പെടുത്തിയത് ആ ഒരു വിടലിന്റെ കാറ് തന്നെയായിരുന്നു. ആ വിടൽ ഇൻസിഡന്റിന് വിടൽക്ക് എന്ത് കാറായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയിലെ കഥാനായകൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിനെ പറ്റിയിട്ട് അനിബൽ യൂസേറ്റിനോട് ചോദിച്ചപ്പോൾ ഇത് വെറും കോയിൻസിഡൻസ് എന്നായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഇന്റർവ്യൂ ചെയ്ത ആ ഒരു വ്യക്തിക്ക് ഇതിനെപ്പറ്റി എന്തോ ഒരു ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് ഇപ്പോ അത് ആർട്ടിക്കിളിൽ വരെ വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വിടൽ ഇൻസിഡന്റ് നടന്ന ആ ഒരു സ്ഥലത്തൊക്കെ വെച്ച് തന്നെയായിരുന്നു ഈ ഒരു സിനിമ നടന്നിട്ടുള്ളത്. ആകെ ഒരു ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ വിടൽ ഇൻസിഡന്റ് അർജന്റീനയിൽ നിന്ന് മെക്സിക്കോയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു സിനിമ അർജന്റീനയിൽ നിന്ന് സ്പെയിനിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആകെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു വിടൽ സ്റ്റോറിയും ഈ ഒരു ഫിലിമും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു വിടൽ സ്റ്റോറി കള്ളമാണെന്ന് പറയുന്നവരുണ്ട്, സത്യമാണെന്ന് പറയുന്നവരുണ്ട്. സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ ഒരു ഇൻസിഡന്റിന് കുറച്ച് സീക്രറ്റ് ആയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ മാർട്ടിൻ ഫാമിലിയോട് ഇതിനെപ്പറ്റി ആരോടും പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് വിടലിന്റെ കാർ വരെ റിസർച്ചിന് വേണ്ടി കൊണ്ടുപോയതെന്നും മാത്രമല്ല ഈ ഒരു ഇൻസിഡന്റിനെ കോപ്പി അടിച്ചായിരിക്കണം ആ ഒരു സിനിമ വരെ ഇറങ്ങിയെന്നായിരുന്നു ഒരു കൂട്ടം ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു വിടൽ ഇൻസിഡന്റ് സത്യമാണോ അതോ കള്ളാണോ? ഇനിയിപ്പോ ഇത് സത്യമാണെങ്കിൽ വിടൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോഴും അങ്ങേര് മരണപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി ലോകത്ത് ഉണ്ടായിട്ടില്ല.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് കമന്റ് ഇടാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാനും ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കാനും ഒരിക്കലും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. മുന്നോട്ട് അടുത്ത അടിപൊളി വീഡിയോസുകൾ സെറ്റ് ആക്കി വരുന്നവരെ